ഈ ഒരു മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും കൂടി ഈ സദസ്സിൽ വെച്ച് നടക്കാൻ പോവാണ്. ഈ ഗ്രന്ഥകാരൻ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ കബീർ സാഹിബാണ്. ഡോക്ടർ കബീർ കറുപ്പംവീട്ടിൽ മക്ക മദീന പുണ്യമാം തീർത്ഥയാത്ര ഇതിൻ്റെ പുറംചട്ട റെഡിയായപ്പോൾ ഇത് ഷാർജയിൽ നിന്നാണ് ഇത് പ്രകാശനം നടക്കുന്നത്. ഫസ്റ്റ് പ്രകാശനം അത് നടത്തിയത് MP ജോൺ ബ്രിട്ടാസ് ആണ്. അതിൻ്റെ ഫോട്ടോ ആണിത്. പിന്നെ ലോകത്തിലെ രണ്ടാമത്തെ പുസ്തകോത്സവമായ ഷാർജ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഷാർജ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്ത ശേഷം ആദ്യ പുസ്തകം ഏറ്റുവാങ്ങിയത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഈ പുസ്തകം നല്ലാത്തൊരു സംഭവമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്കും അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നൽകി. ഈ പുസ്തകം ഏതായാലും അനുഗ്രഹപൂർണമാണ്. ഇതിലെ പിന്നെ ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇരിക്കുന്ന ഗ്രന്ഥകാരനും കൂടിയായ ഒരു സജീവ ചാരിറ്റി പ്രവർത്തകനും വിദേശ രാജ്യത്ത് മലയാളികൾക്കൊക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പേരെടുത്ത അല്ലെങ്കിൽ ആ നിലക്ക് പ്രശസ്തനായ മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. വേറെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു വർഷം മുമ്പ് നമ്മളെ കൂടെ ഉംറക്ക് വരാൻ കിട്ടിയെന്നുള്ളതൊരു ഭാഗ്യമായിട്ട് ഞാൻ കൂട്ടാണ്. നമ്മളെ കൂടെ ഉംറക്ക് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഞങ്ങളെ എന്നെയും സദഖുസ്ഥാനെയൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു യാത്രാ വിവരണം പോലെ അദ്ദേഹം ഒരു പുസ്തകമാക്കിയിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുനവ്വർ അലി തങ്ങളെയും ഖലീൽ തങ്ങളെയും ജോൺ ബ്രിട്ടാസിൻ്റെയും ഒക്കെ ഈ പുസ്തകം കൈമാറുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ കേരളത്തിലെ ഒരു പ്രകാശനം ഇവിടെ വെച്ച് നടത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഈ കൊച്ചിൻ ഗ്രൂപ്പ് മുഖേന പരിശുദ്ധ ഉംറ ചെയ്തപ്പോൾ ഉണ്ടായ ആത്മനിർവൃതിയും മറ്റും പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഹാജിമാർക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുഖവില എത്രയാണ്? 120 റുപ്യാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ അതൊന്നും ഇല്ല. ഇവിടെ നിങ്ങളൊരു ബർക്കത്തിന് എന്തെങ്കിലും ഒരു 10-50 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കോളി. അതുകൊണ്ട് ഇപ്പോൾ പ്രകാശനം നമുക്ക് പിന്നെ ആർക്കാ ഇതിൻ്റെ നമ്മളെ ബുറാഖ് സാഹിബ് കൊണ്ട് വരി, നിങ്ങൾക്ക് ആദ്യം ബിസ്മില്ലാ. നമ്മളെ ഹുസൈൻ ബുറാഖ് എന്ന് പറയുന്നത് ചെളിങ്ങാട് ജമാഅത്തിൻ്റെ അതിൻ്റെ മുൻനിര പ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു കോപ്പി നൽകിയിട്ട് ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഉംറക്ക്. എൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഉംറക്ക് വന്നാൽ ഓൻ കുടുങ്ങിയല്ലേ. കാരണം പിന്നെ ഓൽക്ക് നമ്മളെ വിട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ഇവിടെ പരിപാടി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ച് ഇവിടെ വരും. ഈ നിൽക്കണ ഈ വെള്ളം കൊടുക്കുകയും ഈ പരിപാടിയൊക്കെ നടത്തുന്ന ഇതിൻ്റെ നടത്തിപ്പുകാരായ സഹോദരിമാർ മുഴുവൻ നമ്മളെ കൂടെ ഉംറക്ക് വന്ന് പെട്ടതാ. ഒരു പ്രാവശ്യം ഉംറക്ക് വന്നാൽ പിന്നെ ബാക്കിയുള്ള ഉംറക്കാരെ മുഴുവൻ യാത്രയാക്കാനും ചോറ് വെക്കാനും കൊടുക്കാനും ഒക്കെ ഇന്ന് സുബൈ മുതൽ ഇവിടെ ഹജ്ജുമ്മമാരുണ്ട്. അവരൊക്കെ നമ്മളോട് ഉംറക്ക് വന്ന് ആ ഒരു സന്തോഷത്തിലാണ് ഈ സേവനങ്ങളൊക്കെ ചെയ്തിരുന്നത്. എല്ലാവർക്കും അല്ലാഹു ഒരുപാട് ഖൈർ ചെയ്യട്ടെ. ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇരുത്തി കണ്ണും കരളും കഅബയിലേക്ക് ഹബീബിൻ്റെ ഹളറത്തിലേക്ക് തിരിച്ചു വെച്ച് നിമിഷങ്ങൾ എണ്ണി നിൽക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിച്ച് പല സങ്കടങ്ങളും ഇവിടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നോരോന്ന് ഇപ്പോൾ എണ്ണി പറഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെ സമയം തെറ്റിപ്പോകുന്നതിനാൽ അതിലേക്ക് കടക്കുന്നില്ല. ഈ സേവനങ്ങളൊക്കെ ചെയ്തു തരുന്ന ഹജ്ജുമ്മമാർ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നേരത്തെ നമ്മളോടൊപ്പം ഉംറക്ക് വന്ന പലരും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നേരത്തെ എത്തി ഇവിടെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പം നിങ്ങളോട് ലഗേജ് വാങ്ങി അവിടെ ആ ബസ്സിൻ്റെ അടുത്ത് വെയിലും കൊണ്ട് നിൽക്കുന്ന പ്രവർത്തകർ, ഇസ്മായിൽ ഹാജി ആൻഡ് പാർട്ടി ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു ഒരുപാട് ആരോഗ്യം നൽകുമാറാകട്ടെ, ദീർഘായുസ് പടച്ചാൻ നൽകട്ടെ. എന്തൊക്കെ മുറാദുകളുണ്ടോ റബ്ബേ അതൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അപ്പൊ ഈ പുസ്തകത്തിന്റെ പിന്നെ കോപ്പി കേരളത്തിലെ ഒരു പ്രകാശനം നമ്മളെ ബഹുമാന്യനായ ഹുസൈൻ സാഹിബ് ബുറാഖ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ്. അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി സദഖത്തുല്ലാഹി സുഹരി ഉസ്താദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹുസൈൻ സാഹിബ് ബുറാഖിനെയും ക്ഷണിക്കുന്നു.
അല്ലാഹു അക്ബർ.